ഒരു സി ഐ ഡി വേറൊരു സി ഐ ഡിയെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ സന്യാസിയാണെന്ന് സ്വയം പറയുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മഹത്തരമായ വിശേഷണമെന്ന് അദ്ദേഹം കരുതുന്ന സന്യാസിയുടെ ബഹുമതി ഈ പറയുന്ന RSS നേതാവിന് കൊടുത്ത ആളാണെന്നേ. ഫ്ലാഷ് ബാക്ക്. രാഹുൽ ഗാന്ധിക്ക് കാര്യവിവരമില്ല. അദ്ദേഹം പ്രാദേശിക നേതാവാണ്. അദ്ദേഹം കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ആളാണ്. ഇത് മുൻപ് പറഞ്ഞത് ആരാണെന്നേ? സംഘപരിവാറാണ്. ഈ പറയുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ 10 വർഷം നരേന്ദ്രമോദിക്കെതിരെ ഈ കനത്തിലുള്ളൊരു വാചകം വേണ്ട ഒരു വാക്ക് ഉച്ചരിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെന്നേ. നരേന്ദ്രമോദിക്കെതിരെ ഇന്നലെ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ വിമർശനത്തിന്റെ ശൈലിയിൽ ഒരു വാക്ക് പറഞ്ഞതായി ചൂണ്ടിക്കാണിക്കാൻ ഗോപന് കഴിയുമോ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അവസാന സമയത്ത് പിണറായി വിജയൻ കൊടുത്ത അഭിമുഖങ്ങളിൽ പോലും PMC പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്ത നഷ്ടബോധം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടെന്നേ. അതൊരു സവിശേഷമായ സാഹചര്യത്തിൽ മുന്നണി രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് ഞങ്ങൾക്കത് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിലും അത് നടപ്പാക്കാത്തതിന്റെ ദോഷങ്ങൾ ഈ രാജ്യത്തുണ്ടെന്ന് പറയുന്ന ആളാണ് കേരളത്തിൽ മുഖ്യമന്ത്രി. ആ PMCയുടെ കാര്യത്തിൽ കേരളത്തിൽ പിണറായി വിജയന് ബദലില്ല എന്ന് മാത്രമല്ല PMCയുടെ ഏറ്റവും വലിയ നടത്തിപ്പുകാരനായി പിണറായി വിജയൻ മാറി എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പിലേക്ക് വരാം. ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ CPI എടുത്തൊരു സമീപനമുണ്ട്. മാവോയിസ്റ്റ് എൻകൗണ്ടർ പോലുള്ള എൻകൗണ്ടറുകൾ അനുവദിക്കില്ല, അതിന് രാഷ്ട്രീയമായ പരിഹാരമാണെന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ല അടക്കമുള്ള ജില്ലകളിൽ മാവോയിസ്റ്റ് എൻകൗണ്ടർ നേരിടാൻ പ്രത്യേക ധനസഹായം വേണമെന്ന് പറയുന്ന CPM-ന്റെ ദേശീയ നയത്തെ തിരുത്തിയ ആളാണെന്നേ. പല കാര്യങ്ങളിലും ആഭ്യന്തര വകുപ്പിലാകട്ടെ, വിദ്യാഭ്യാസ വകുപ്പിലാകട്ടെ, ആരോഗ്യ വകുപ്പിലാകട്ടെ ഈ സംഘപരിവാർ നയങ്ങളുടെ നടത്തിപ്പുകാരനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി. ഈശ്വര ഇനി എന്ത് ചെയ്യും? പരമേശ്വരൻ എന്ന് പറയുന്നത് കേരളത്തിൽ RSSന് അസ്ഥിവാരമിട്ട സൈദ്ധാന്തികമായി ഇതിന് തുടക്കമിട്ട ഒരാളാ. ഗാന്ധി വധത്തെ തുടർന്ന് ഈ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ ഒരാളെന്നേ. ആ പരമേശ്വരന്റെ അനുശോചന പ്രസംഗം പിണറായി വിജയൻ നടത്തി നമ്മൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞെന്താ, ഒരാൾ മരിക്കുമ്പോൾ ചില സുജന മര്യാദയുടെ പേരിലൊക്കെ അനുശോചനം അറിയിക്കും. പക്ഷെ അത്തരത്തിലുള്ള അനുശോചനം അല്ല പിണറായി വിജയൻ അറിയിച്ചത്. പിണറായി വിജയൻ പറഞ്ഞു അദ്ദേഹം സന്യാസി തുല്യനായ മനുഷ്യനാണെന്നാ. പിണറായി വിജയനെ സന്യാസിയായിട്ടാണ് കരുതുന്നത്. പിണറായി വിജയൻ പറഞ്ഞത് എനിക്ക് സന്യാസിയുടെ ചില അംശങ്ങളുണ്ട് എന്നാണ്. ഒരു സി ഐ ഡി വേറൊരു സി ഐ ഡിയെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ സന്യാസിയാണെന്ന് സ്വയം പറയുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മഹത്തരമായ വിശേഷണമെന്ന് അദ്ദേഹം കരുതുന്ന സന്യാസിയുടെ ബഹുമതി ഈ പറയുന്ന RSS നേതാവിന് കൊടുത്ത ആളാണെന്നേ. അപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി വിജയൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു തുടർച്ചയുണ്ട്, നൈരന്തര്യമുണ്ട്. അത് RSSനെ സാമാന്യവൽക്കരിക്കുക, RSS നേതാക്കളെ പുകഴ്ത്തുക. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം?